ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് വെല്ലാഡോയിൽ മത്സരം 3-0 എന്ന ഗോൾ സ്കോറിന് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി എംബാപ്പെ ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി 49 പോയിന്റുമായിട്ട് ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച പ്രകടനമായിരുന്നു മാഡ്രിഡ് ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. റീസെൻ്റ്ലി കളിച്ച് ഒരുപാട് മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മത്സരം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ വളരെ വീക്കായിരിക്കും. ഒരുപാട് അത് ചിലപ്പോൾ റൈറ്റ് ബാക്ക് ആയിരിക്കാം, സെൻറ്റർ ബാക്ക് ആയിരിക്കാം. റീസെൻ്റ്ലി വന്ന ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷനിൽ അധികം പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എംബാപ്പയുടെ ആദ്യ ഹാട്രിക് ആയിരുന്നു മാഡ്രിഡിൽ വന്ന ശേഷം. ഒരുപാട് സഫർ ചെയ്തിട്ടാണ് എംബാപ്പെ, കാരണം എംബാപ്പെ റിയൽ മാഡ്രിഡിൽ വരുന്ന സമയത്ത് വളരെ വലിയ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു മാഡ്രിഡ് ആരാധകർക്ക് ഉണ്ടായിരുന്നത്. കാരണം അത്രയും മികച്ച ഫോമിലാണ് ഫ്രഞ്ച് സ്ക്വാഡിലായാലും അതുപോലെ PSG പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്ന സമയത്ത് ആ ഒരു പ്രൈം ഫോമിലേക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും എംബാപ്പയുടെ ഫുള്ളായിട്ട് എനിക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. പുള്ളിയുടെ പ്രോപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഈ ഒരു ക്ലബിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഗെയിം പ്ലേയിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് ലിങ്ക് ആവാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു. പക്ഷേ ആരാധകരിൽ നിന്നും വളരെ വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഫൈനലി ആ ഒരു പ്രൈം ഫോമിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ ഈ ഒരു പെർഫോമൻസ് തന്നെ ചാമ്പ്യൻസ് ലീഗിലും ബിഗ് മാച്ച് വരുന്ന സമയത്തും പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എംബാപ്പെ എന്താണോ എനിക്ക് തോന്നുന്നത്, എംബാപ്പെ ഈ ഒരു ടീമിലേക്ക് വരാനുള്ള മെയിൻ റീസൺ ബാലൻ ഡോർ എന്നുള്ള ഒരു താല്പര്യം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം PSG നിന്ന് ഒരുപാട് ട്രൈ ചെയ്തു, ലഭിച്ചില്ല. പിന്നെ എംബാപ്പനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന മാഡ്രിഡ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു കാര്യം അസെൻസിയോനെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. അവസാനം കളിച്ച ആ ഒരു മാച്ച് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അസെൻസിയോ എന്ന ഒരു പ്ലെയറിനെ കുറിച്ചിട്ട്. കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു മാച്ചിലേക്ക് റൈറ്റ് ബാക്ക് ആയിട്ടാണ് പുള്ളി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബാർസ ആയിട്ടുള്ള ഒരു മാച്ചിന് ശേഷമാണ് കാർലോ ഒന്ന് റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സെൻറ്റർ ബാക്കിൽ എങ്ങനെയാണോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുക്കും മേലെ ഉള്ള ഒരു പെർഫോമൻസ് ആണ് എസെൻസിയോയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു മാച്ചിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു ബിഗ് മാച്ച് വരുന്ന സമയത്ത് മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് തന്നെയാണ് കാഴ്ച ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കാർലോനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ടീമാണെങ്കിൽ ഒരു ഫോമിലേക്കുന്ന ഒരു പ്ലെയറിനെ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ഒരു ബിഗ് മാച്ച് വരുന്ന സമയത്ത് ഒരിക്കലും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലുള്ള ചെറിയ മാച്ച് വരുന്ന സമയത്ത് സക്സസ് ആവുകയാണെങ്കിൽ ബിഗ് മാച്ചിൽ അത് ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഫ്രാങ്ക് കാസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ പുള്ളി എന്തായാലും ഇമ്പ്രൂവ് ആകാൻ പറ്റും. വളരെ യങ്ങായിട്ടുള്ളൊരു പ്ലെയറാണ്. മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമേഴ്സ് വരെയില്ല ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ടുവരും എന്നുള്ളത്. അർണോൾഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ലിവർപൂൾ അർണോൾഡ് റിജക്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നിലവിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലൈവ് മാച്ച് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.